മാവിൻപുറം കൊല്ലംകോണം സ്വദേശിയായ ബിസ്മീർ 37 വയസ്സ്. സ്വിഗ്ഗി ഡെലിവറി ബോയ് ആണ്. കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ആളാണ്. തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ നിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുന്നത്. നിങ്ങൾ അടിയിൽ CCTV ക്യാമറ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവും. മരണവെപ്രാളത്തിൽ തന്റെ ഭാര്യയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ മരിച്ചു പോകും, എന്നെ രക്ഷിക്കാൻ പറ എന്നുള്ളത്. ആ സ്ത്രീ ഒരുപാട് തവണ ആ ആശുപത്രിയുടെ ഗ്രില്ലൊന്ന് തുറന്നു കൊടുക്കാൻ കേണപേക്ഷിച്ചു. പക്ഷെ അവര് തുറന്നു കൊടുത്തില്ല. ഉറക്കത്തിലായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം. ഒരിക്കലും ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. കേരളം നമ്പർ 1 ആണെന്നാണല്ലോ നമ്മൾ പറയാറ്. ചികിത്സയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്പർ 1 ആണത്രേ. പക്ഷെ പുച്ഛം തോന്നുന്നു. ഈ ഭരണകർത്താക്കൾ ഇതൊക്കെ കാണുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരോഗ്യമന്ത്രിയൊക്കെ കൂർക്കം വലിച്ച് AC-യിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ജീവന് വേണ്ടി അവിടെ കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 8 മിനിറ്റോളമാണ് ആ ഒരു മനുഷ്യൻ ആശുപത്രി വരാന്തയുടെ മുന്നിൽ ഞാൻ മരിച്ചു പോകും, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വെപ്രാളത്തിനിടയിലും തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഭാര്യയും നമ്മൾ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഒരു പക്ഷേ നമ്മളങ്ങ് നിന്ന നിൽപ്പിന് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ. നമ്മുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ മാത്രമായിരിക്കും നമുക്കിതൊക്കെ വലിയ വിഷമമായിട്ട് തോന്നുന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു ചികിത്സ നിഷേധിച്ച ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരെയും, അന്ന് രാത്രി ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും സർവീസിൽ നിന്ന് എടുത്ത് ദൂരെ കളയുകയാണ് വേണ്ടത്. കഴിയുമോ ആരോഗ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്ക് ഇത് വെറും ഒരു വാർത്ത മാത്രമാണെന്നുള്ളതാണ്. നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് എന്നുള്ള 37 വയസ്സുകാരനായിട്ടുള്ള ബിസ്മീർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. ശ്വാസ തടസ്സത്തെ തുടർന്ന് ബിസ്മീറിനെ വിളപ്പിൽശാല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഗേറ്റ് തുറന്നു നൽകാനോ ഓക്സിജൻ, CPR തുടങ്ങിയ പ്രാഥമിക ചികിത്സകൾ നൽകാനോ അധികൃതർ തയ്യാറായില്ലെന്നും ബിസ്മീറിന്റെ ഭാര്യ പരാതിയിൽ പറയുന്നു. 8 മിനിറ്റോളം ആ ആശുപത്രി വരാന്തയിൽ ആള് കരഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, കസേരയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും തന്റെ പ്രാണന് വേണ്ടിയിട്ട്, തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ. ആ വീഡിയോയിൽ നമ്മളത് കണ്ടതാണ്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബിസ്മീറിന്റെ കുടുംബം ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ബിസ്മീർ മരണപ്പെട്ടത്. ഒരു 20 മിനിറ്റ് മുൻപെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ, സ്ഥിരം കേൾക്കുന്ന വാക്കുകളാ, എങ്ങോട്ട് എത്തിച്ചിരുന്നെങ്കിൽ, ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ. അപ്പൊ ഇപ്പൊ കൊണ്ടുപോയത് ആശുപത്രിയിലല്ലേ, തൊഴുത്തിലാണോ, എന്താണല്ലേ? ആ വാർത്തയൊന്ന് കേൾപ്പിച്ചു തരാം. മരണപ്രാളത്തിൽ അങ്ങോട്ടേക്ക് വരുന്ന ബിസ്മീറിനെ കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യ പലയാവർത്തി അങ്ങോട്ടേക്ക് പോയി, അവിടെ റിസപ്ഷനിലോ എങ്ങോട്ടോ പോയി ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായമായി ഓടുന്നതും കാണാം. അവിടെ വയ്യാതെ ഇരിക്കുന്ന, ശ്വാസതടസ്സത്തിൽ ഇരിക്കുന്ന ബിസ്മീർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതും അങ്ങേയറ്റം വെപ്രാളത്തിന്റെ പരമാവധിയിൽ അവിടെ ഇരിക്കുന്നതും കാണാം. സങ്കടകരമായ ദൃശ്യം, അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ്. ഈ സമയത്ത് അത്രയും ഒന്ന് നോക്കാനോ, അല്ലെങ്കിൽ ഈ സമയം CPR കൊടുക്കൽ പോലെയുള്ള ഏറ്റവും പ്രധാനമായ പ്രാഥമിക ചികിത്സകൾ നൽകേണ്ട സമയമാണ്. ആ സമയത്ത് ഒന്നും നോക്കിയില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് ആ പ്രേക്ഷകർ കാണുകയാണ്. ഒരു ഏറ്റവും കുറഞ്ഞ 5-6 തവണയെങ്കിലും ആ ഭാര്യ നിസ്സഹായ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരെങ്കിലും ഒരു കൈസഹായമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ ആരും ഒരു കുഞ്ഞുപോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. കുറെ കഴിയുമ്പോഴേക്കും മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന് കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ ചികിത്സാ പിഴവിൻ്റെ, വളരെ വ്യക്തമായ ചികിത്സാ നിഷേധത്തിന്, ചികിത്സാ പിഴവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആദ്യ മിനിറ്റുകളിൽ ജീവൻ രക്ഷിക്കാൻ ഈ സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രാഥമിക ചികിത്സയും കൊടുക്കാതെ ഒരു മനുഷ്യന്റെ ദുർഗതി, വല്ലാത്തൊരു ദുരവസ്ഥ, ആർക്കും സംഭവിക്കരുത ദുരവസ്ഥയുടെ നേർദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ മനുഷ്യന്റെ ചികിത്സ നിഷേധിച്ച് മരണത്തിന് ഇട്ടുകൊടുത്ത ആ ഡോക്ടറുടെ ലൈസൻസ് റദ്ദാക്കണം. ആ നഴ്സുമാർ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അവരെ പുറത്താക്കുക തന്നെ വേണം. ആ ആശുപത്രിക്ക് ഒരു വാച്ച്മാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെയും എടുത്ത് ദൂരെ കളയണം. ജോലി എടുക്കാൻ കഴിയുന്ന ആളുകളെ, മാനുഷിക പരിഗണനയുള്ള ആളുകളെ മാത്രമായിരിക്കണം ആശുപത്രികളിൽ നിയമിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാടത്ത സ്വഭാവമുള്ള ആളുകളെ ആവരുത്. അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് ബിസ്മീറിനാണ്, ബിസ്മീറിന്റെ ഫാമിലിക്കാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഹാഷ്മി, ഇന്നലെ 24-ലൂടെ പുറത്തു വന്ന വാർത്ത, അത് വിളപ്പിൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഗുരുതര ആരോപണം, അതുപോലെ തന്നെ ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ, അത് ശരിവെക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുമുള്ളത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ആശുപത്രിയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വരാന്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത് ബന്ധുക്കൾ തന്നെയാണ് ശേഖരിച്ച് ഞങ്ങൾക്ക് അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ അവർ പറയുന്ന കാര്യം, അത് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് അങ്ങനെയല്ല,
കൃത്യമായ ചികിത്സ നൽകി ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ളതായിരുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. അത് പക്ഷേ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ജനുവരി 19-ന് 1:28-നാണ് ഈ CCTV ദൃശ്യങ്ങൾ ഉള്ളത്. ഈ 1:28 മുതൽ 1:33 വരെ ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ആ സമയം കാണാം. ബിസ്മിറിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള മുഴുവൻ ജീവനക്കാരെയും പിരിച്ചു വിട്ടിട്ടില്ല എങ്കിൽ ഈ ആരോഗ്യമന്ത്രി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ശരിക്കും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് എന്നുള്ളതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജനപ്രതിനിധികളൊക്കെ എന്തിനാണ് അങ്ങ് ജയിപ്പിച്ചു കൊടുത്തത്? നമുക്ക് വേണ്ടി പണിയെടുക്കാൻ നമ്മുടെ പണിക്കാരായിട്ട് തന്നെയാണ് നമ്മൾ നിയമിക്കുന്ന ജീവനക്കാർ മാത്രമാണ് ഇവര്. പക്ഷെ ഇവരങ്ങ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കീഴിലാണ് നമ്മളെയാണ് സാറേ എന്ന് ഇവര് വിളിക്കേണ്ടത്. ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്താതെ ഈ ഡോക്ടറെയോ അവിടെയുള്ള ജീവനക്കാരെയോ ഒഴിവാക്കിയില്ലെങ്കിൽ, സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ ഉറക്കെ പറയുന്നു. അങ്ങനെ ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും അവരെ ഒരിക്കലും നമ്മൾ ജയിപ്പിച്ചു വിടരുത്. കാരണം മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് കൊണ്ടിരുത്തുന്നതാണ് അവരെ ആ കസേരയിൽ. ഇത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അതിന് എത്ര വലിയ പടച്ച തമ്പുരാനാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി പണിയെടുക്കാൻ നമ്മളവിടെ നിയമിച്ച ആൾ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അടുത്ത തവണ ഈ വിരല് കൊണ്ട് മറുപടി കൊടുക്കുക. അത് എല്ലാ വീഡിയോയിലും ഞാൻ പല വിഷയത്തിലും പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം. നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലുള്ള ഒരു മനുഷ്യനാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഷൈബി സതീഷ് MLA ടെലിഫോൺ ചേരുന്നു. ഷൈബി സതീഷ്, ഇവിടെ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ ഒരു 8-9 മിനിറ്റെങ്കിലും അങ്ങേയറ്റം ശ്വാസതടസ്സമുള്ള ഒരു മനുഷ്യൻ ഒരു ചികിത്സയും കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ് ഷൈബി സതീഷ്? 19-ാം തീയതിയാണ് ഈ മരണം നടക്കുന്നത്. അന്ന് ഞങ്ങളെല്ലാം ചടങ്ങുകളിൽ സംബന്ധിച്ചതാണ്. ഇന്നലെയാണ് ഈ പ്രശ്നം, ഇങ്ങനെയൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇന്ന് ഉച്ചയോടുകൂടി ഒരു വിവരം കിട്ടും. അതിനുശേഷം പ്രതികരിക്കുന്നതാവും വിധം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് ഈ ദൃശ്യങ്ങളൊന്ന് കാണണം ഷൈബി സതീഷ്. കാര്യം ഞാൻ യാത്രയിലാണ്. ഞാൻ നോക്കാം. ഉറപ്പായും കാണുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഒരു മനുഷ്യന് ശ്വാസം മുട്ടെന്ന് പറയുന്നത് പരമാവധി വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ശ്വാസം മുട്ടി വരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ചികിത്സ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്പ് ചികിത്സ തേടിയിട്ടുണ്ടോ, എന്താണ് പ്രശ്നം എന്ന് വിശദമായി പരിശോധിക്കണം. ഈ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ബന്ധപ്പെടലുകൾ നടന്നിരുന്നു. അപ്പോൾ അത് കഴിയുമായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി വിവരം കിട്ടും. കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. എന്റെ പൊന്നു സതീഷേട്ടാ, യുക്തിപരമായി സംസാരിക്കുക. പോസ്റ്റ്മോർട്ടവും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഇനിയും എന്ത് ഡാറ്റയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? ആ ഒരു മനുഷ്യന് മുൻപ് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ, അതിന് ചികിത്സ തേടിയ ആളാണോ എന്ന് നോക്കേണ്ട അവസരമാണോ ഇത്? അദ്ദേഹത്തിന്റെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ആ ആശുപത്രി ജീവനക്കാരെ പിടിച്ച് പുറത്താക്കാനുള്ള നടപടികളല്ലേ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള മുടന്ന ന്യായങ്ങളല്ല ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാനല്ല, കൃത്യമായ നടപടി എടുത്തിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞങ്ങളാണ് പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് കേൾക്കുക തന്നെ വേണം. നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ഉപദ്രവിക്കുന്ന പരിപാടി ചെയ്യാനല്ല ആ കസരയിൽ ഞങ്ങൾ കയറ്റി അങ്ങ് ഇരുത്തിയിട്ടുള്ളത്. തുറന്നു നൽകാൻ തയ്യാറായില്ല. ആശുപത്രി അധികൃതർ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, കിടത്തി ചികിത്സ അടക്കമുള്ള ആശുപത്രിയാണ്, പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഗ്രിൽ തുറന്നു നൽകിയില്ല എന്നുള്ള ഗുരുതര അനാസ്ഥ. ആ അനാസ്ഥ തുടങ്ങുന്നതും അവിടെ തന്നെയാണ്. കാരണം അതിലൊരു വിശദീകരണം ആശുപത്രി സൂപ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് തെരുവുനായ് ശല്യം ഉള്ളതുകൊണ്ട് താക്കോലിട്ട് ഒരു ആശുപത്രിയുടെ പൂട്ടി എന്നുള്ളതാണ്. ആശുപത്രി പൂട്ടി വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഡോക്ടർമാരും നഴ്സും ഒക്കെ അവിടെ ഉറങ്ങുകയായിരുന്നു. ഇവർ കോളിംഗ് ബെല്ലടിച്ചു, നിലവിളിച്ചു, എന്നിട്ടും അവർ കേട്ടില്ല. തെരുവുനായുടെ ജീവന്റെ വില പോലും ഒരു മനുഷ്യജീവൻ ഇല്ല എന്നതിന്റെ നേർസാക്ഷ്യമല്ലേ മേഖല നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്? തെരുവ് പട്ടിയുടെ വില പോലും നമുക്കില്ല, മനുഷ്യന്മാർക്കില്ല. അത് നമ്മൾ കാലങ്ങളായി കാണുന്നതാന്നുള്ളതാ. ഇത് പറയുമ്പോ ചങ്കിടറുന്നുണ്ട്. ഒരു മനുഷ്യനാണ്. നാളെ എനിക്കോ എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരനോ എൻ്റെ കൂട്ടുകാരനോ ഇത് അവസ്ഥ വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുള്ളതാണ്. എവിടെയോ കിടക്കുന്ന ഏതോ ഒരു മനുഷ്യന് എന്തോ സംഭവിച്ചു എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ വിഷയത്തിനെ തള്ളിക്കളയാൻ പാടില്ല. ഇനിയുടെ മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന വാക്കുകൾ കൂടി ഒന്ന് കേട്ട് നോക്കുക. ഇതിലെ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല, ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം?
എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയണം. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാൻ ഇപ്പം വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. ഓക്കേനും എടുത്ത് ദൂരെ കളയണം. ഞാൻ കാര്യമായിട്ട് പറയാ, കൂടെ ഒരു മനുഷ്യൻ പോലും വന്നില്ല. അവരെ മനുഷ്യരായി കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്, ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, നെഞ്ചുവേദനിക്കുന്നുണ്ട്, മൊത്തത്തിൽ ആകെ ഒരു പരവേശമാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല, എന്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പ്രാഥമിക ചികിത്സ പോലും നിഷേധിക്കപ്പെടുകയാണെന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് ചികിത്സ നിഷേധിക്കപ്പെടുകയാണെന്നുള്ളതാണ്. തെരുവ് പട്ടികളുടെ മുന്നിൽ ആ വാതിൽ അടച്ചതുപോലെ ആ 2 മനുഷ്യന്മാരുടെ മുന്നിലും ആ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആ വാതിൽ അടയ്ക്കപ്പെട്ട മനുഷ്യന്മാരെ എല്ലാവരെയും തുറങ്കിൽ അടക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. വേണ്ട, അവർ സഹായിക്കണമെന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ പറ്റില്ല. നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റ് ആയി പോയിട്ടെന്ന്. പ്രതിഷേധം അറിയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ആശുപത്രിയിൽ പോയിട്ട് തല്ലി തകർക്കാൻ നിൽക്കരുത്. അത് വലിയ വിഡ്ഢിത്തരമാണ്. കാരണം നമ്മുടെ പണമാണ് അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ മനുഷ്യനെ കൊല്ലാനിട്ട് കൊടുത്ത നികൃഷ്ട ജീവികളായിട്ടുള്ള ആ എല്ലാത്തിനും സർവീസിൽ നിന്നും പുറത്താക്കുക വേണ്ടത്. ചില ആളുകളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് ജീവനക്കാരാവുക, അതിന് കഷ്ടപ്പെട്ട് പണിയെടുക്കുക, പിന്നെ പിൻവാതിലിലൂടെയോ PSCയിലൂടെയോ ജോലി നേടിയതിനു ശേഷം കിടന്നുറങ്ങുക. ഇതാണ് പല ആളുകളുടെ ലക്ഷ്യം. ഇത് തമാശയല്ല, ഇത് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പലരുടെയും ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ഏത് ജീവനക്കാരനാണെന്നുണ്ടെങ്കിലും ഏത് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്ന ആളുകളെ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. ലക്ഷക്കണക്കിന് ആളുകളുള്ള നാടാണ്, നന്മ നിറഞ്ഞ ആളുകളുള്ള നാടാണ്. അവർക്കൊന്നും പിൻവാതിലിലൂടെ കയറ്റി കൊടുക്കാൻ ആളുകളില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് പണി പുറത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയാണ് ആ സ്ഥാപനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവേണ്ടത്. ഒരു മനുഷ്യനെ കൊന്ന ആ മനുഷ്യന്മാരെ അല്ല, ആ നികൃഷ്ട ജീവികളെ ഉടനെ തന്നെ സർവീസിൽ നിന്നും പുറത്താക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ വിഷയത്തിൽ കൃത്യമായ നടപടി എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിരലുകൊണ്ട് ഇനി വോട്ട് ചെയ്യുന്ന സമയത്ത് നിർവഹിക്കുക നിങ്ങളുടെ കർമ്മം. ആർക്ക് കൊടുക്കണമെന്ന് നന്നായിട്ട് ചിന്തിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.